ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചെറിയ ആങ്ങളയുടെ കല്യാണമായിരുന്നു കേട്ടോ. കല്യാണ തലേന്നാണ്, ഗുരുവായൂർ വെച്ചിട്ട് കല്യാണം കേട്ടോ. അപ്പം നമ്മൾ ഗുരുവായൂരേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ മുന്നേ തലയിൽ അരിയിടണം എന്ന് പറഞ്ഞിട്ട് അമ്മ വിളക്കെല്ലാം കത്തിച്ച് അമ്മ ആദ്യം തലയിൽ അരിയൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ അതിന് ശേഷം ഇത് ചെറിയ അപ്പൻ്റെ ഇളയമ്മയാണ്, ഇളയമ്മ ഇട്ടു. പിന്നെ അരുവാട്ടിനിട്ടു. എന്നിട്ട് പിന്നെ അരുവാട്ടൻ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ എന്നിട്ട് കാറിൽ ഇവിടുന്ന് കണ്ണൂർ വരെ പോയിട്ട് പിന്നെ അവിടുന്ന് ട്രെയിനിനാണ് പോകുന്നത് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വെച്ചിട്ട് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ രാജീവാപ്പനും ഉണ്ടായിരുന്നു. രാജീവാപ്പൻ അപ്പം മോളുടെ അടുത്ത് പോയി ഡ്രസ്സെല്ലാം എടുത്തിട്ട് വന്നു. അപ്പം രാജീവാപ്പൻ അരുവാട്ടൻ വണ്ടി ഓടിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ, നമ്മൾ മൂന്നാലും ബാക്കിൽ. കുട്ടികളെല്ലാം മറ്റേ വണ്ടിയിലാണ് കേട്ടോ. കുട്ടൻ നിഖിലുണ്ടായിരുന്നു, അവരെല്ലാം കൂടെ ഒരു വണ്ടിയിലായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി, റെയിൽവേ സ്റ്റേഷനിലെത്തി, എല്ലാവരും എത്തി കേട്ടോ. അപ്പം ഇതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. അതിന് ഇച്ചിരി സമയം എടുത്തു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്താണ്. തലേ ദിവസം ഉറങ്ങാത്തല്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. സീറ്റ് ആദ്യം രാജീവാപ്പനും സീറ്റ് കിട്ടിയിട്ടായിരുന്നു. രാജീവാപ്പന് കുറച്ച് മുന്നോട്ടായിരുന്നു. പിന്നെ നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ. എല്ലാവർക്കും ഒരുമിച്ച് കിട്ടി. അബിയും ആപ്പനും ഒരുമിച്ചിരുന്നു, നിഖിലിനും കിട്ടിയില്ല. ബാക്കി നമുക്കെല്ലാവർക്കും സീറ്റ് കിട്ടി. നല്ല കോമഡി ആയിരുന്നു, നല്ല രസമായിരുന്നു. എല്ലാവരും നല്ല അടിച്ച് പൊളിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി ഇറങ്ങി. അപ്പോൾ അവിടുന്ന് നമുക്ക് ബസ്സിന് പോകണം 1 മണിക്കൂറോളം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യലാണ്. റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീടാണ് എടുത്തിരുന്നത്. 7,000 രൂപ ബസ്സൊക്കെ റൂമിൽ. നല്ല ഒരു വീടാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്, നല്ല സെറ്റപ്പ്, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടെ നമ്മൾ വീട്ടിലൊക്കെ കയറിയിട്ടില്ല. നല്ല അടിപൊളി വീടാണ്. താഴെ 2 ബെഡ്റൂം, മേലെയും 2 ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ എടുത്തത്. എല്ലാ ബാത്റൂം എല്ലാം ഉണ്ട്. അടിപൊളി സെറ്റപ്പാണ്. അത് കാണിച്ചു കേട്ടോ. ഇതാണ് വീടിൻ്റെ മുൻഭാഗമാണ് കേട്ടോ. നല്ല തുളസിത്തറയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു എന്താ പറയുക, ഇറയം മാതിരി. പിന്നെ ഇതാ തുളസിത്തറയൊക്കെ ഉണ്ട്. കിണറുണ്ട്. കിണറിന് നല്ല വലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ. രാജീവപ്പനെ എവിടെയോ പോവാൻ വേണ്ടി എല്ലാം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡ്രസ്സ് കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഇറങ്ങുക കേട്ടോ. പിന്നെ ഇതെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റാനും കുളിക്കാനുള്ള തയ്യാറെടുപ്പിലെല്ലാവരും. മസാജ് ഇതെല്ലാം ഉണ്ട്, മസാജ് ചെയറൊക്കെ ഉണ്ട് കേട്ടോ. നന്ദൂട്ടനാണ് ഇത്. ഇതൊരു ബെഡ്റൂം. അത് പിന്നെ ആദ്യം സീറ്റ് പിടിച്ചു, ഫോൺ എടുത്തു, ഗെയിം കളിക്കാനിരുന്നു. ഇവിടെ 2 ബെഡുണ്ട് കേട്ടോ. 2 സിംഗിൾ ബെഡുണ്ട്. പിന്നെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഇത് ബാത്റൂം, മിറർ, പിന്നെ ചാർജിങ് പോയിൻ്റ് എല്ലാം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. കണ്ടില്ലേ? എല്ലാവരും നമ്മൾ ബാഗൊക്കെ ഇവിടെ വെച്ചു. പിന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. പറഞ്ഞ തലേ ദിവസം ഗിഫ്റ്റ് പൊളിക്കലും എല്ലാം കൂടി ആയപ്പം ലേറ്റായി കേട്ടോ. നമ്മൾ ഉറങ്ങാനൊക്കെ ഒരുപാട് ലേറ്റായി. 12:30 1 മണിയായി കേട്ടോ. നമ്മൾ പാക്കറ്റൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തായിരുന്നു, അതൊക്കെ കഴിക്കണം. ഒരുപാടൊക്കെ ക്ഷീണം പിടിച്ചു. മസാജിങ് ചെയറിലൊക്കെ കിടന്ന് എന്താ പറയുക വിശ്രമിക്കുന്നു. ഇതാ നിഖിൽ, അബി, നന്ദൂട്ടനോടുണ്ട് കേട്ടോ. എല്ലാവരും കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതൊരു ഹാളാണ് കേട്ടോ. ഹാളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ബെഡ്റൂമാണ് കേട്ടോ. അതിൽ ഇച്ചിരി വലിപ്പമുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ടേബിളുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബെഡും, കുട്ടികൾക്കൊക്കെ കിടക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബെഡും, മിറർ, പിന്നെ അവിടെ ഒരു ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്തൊരു വറാന്ത മാതിരി ഉണ്ടായിരുന്നു. അവിടെ വാഷിംഗ് മെഷീൻ പിന്നെ നമ്മൾ അങ്ങനെ ഒന്നും യൂസ് ചെയ്തൊന്നുമില്ല കേട്ടോ. നമ്മൾ പിറ്റേ ദിവസം വരുന്നത് കൊണ്ട് നമ്മൾ അതൊന്നും യൂസ് ചെയ്തൊന്നുമില്ല. അങ്ങനെ ഇത് താഴെ 2 ബെഡ്റൂമാണ്. ഇത് ഒരു ഹാള് പിന്നെ ഇതുവഴി സ്റ്റെയർ കേസ് കേട്ടോ, സ്റ്റെപ്പാണ്. അപ്പം
അങ്ങനെ മേളിലേക്ക് അവിടെ ഒരു മിററും ഉണ്ട് കേട്ടോ ഹാളിൽ. ഇത് സ്റ്റെപ്പ് കേട്ടോ. നല്ല നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല വെൻറ്റിലേഷനും നല്ല സുഖമുണ്ടായിരുന്നു. നമ്മൾ തലേന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിറ്റേന്ന് വൈകുന്നേരം ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് റൂം വെക്കേറ്റ് ചെയ്തായിരുന്നു. ഇതാ കണ്ടില്ലേ, അതിൻ്റെ മേലെ ഒരു ഹാള് മാതിരി ചെറിയൊരു ഹാളുണ്ട്. നല്ല ചെയറാണ് കേട്ടോ, വയറിൻ്റെ ചെയർ. നമ്മൾ 2 ബെഡ്റൂം എടുത്ത 3 ബെഡ്റൂം ഉണ്ട്. ആക്ച്വലി 3-4 ബെഡ്റൂം ഉണ്ട് മുകളിൽ. പക്ഷെ നമുക്ക് 2 ബെഡ്റൂമേ നമ്മളെടുത്തുള്ളൂ. ഇത് വലിയൊരു ബെഡുണ്ട്. പിന്നെ ഇതാ ഒരു ബാത്റൂം, മിറർ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല സൗകര്യമുണ്ട്. അടുത്ത് തന്നെയാണ്, അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ റൂം സൗകര്യമൊക്കെ. അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് 3 പേർക്ക് കിടക്കാനുള്ള വലിയ ബെഡാട്ടോ. നല്ല വലിയ റൂമാണ്. പിന്നെ ഷെൽഫും ഉണ്ട്, നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനുള്ള ഷെൽഫും ഉണ്ട്. ഇത് ബാത്റൂമാട്ടോ, വലിയ ബാത്റൂമാണ്. ഗീസറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒരു മിററിൻ്റെ ഇത് ഉണ്ടല്ലോ, അലമാര. അതിൽ നമുക്ക് തുണിയൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു സെറ്റപ്പൊക്കെ ഉള്ള റൂമാട്ടോ. ഇതൊക്കെയാണ് റൂം കേട്ടോ, റൂമിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ഇളയമ്മയും കൂടിയിട്ട് എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തതാണ്. അങ്ങനെ അടിപൊളി സെറ്റപ്പിലൊക്കെ എടുത്ത് നമ്മൾ ഫോട്ടോ കേട്ടോ എല്ലാവരും. ഇപ്പോഴേക്ക് രാജപ്പൻ വന്നില്ല കേട്ടോ. രാജപ്പൻ നമ്മൾ പിന്നെ രാജപ്പൻ പിന്നെ വിളിച്ചു, ഞാൻ അവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു, അമ്പലത്തിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മളെല്ലാവരും രാജപ്പൻ്റെ അടുത്ത് അമ്പലത്തിലേക്ക് പോകുന്നതാണ്. അബിയൊക്കെ മുണ്ടെടുത്ത്, എല്ലാവരും മുണ്ടാട്ടാ, നിഖിലും എല്ലാവരും മുണ്ടില്ലാന്ന്. അതായത് അമ്പലത്തിലെ കുളം കേട്ടോ, ഞാനെടുത്തതാണ്. പിന്നെ എല്ലാം ഭഗവാനെയൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വന്നു കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ തലേന്നത്തെ വിശേഷം കേട്ടോ. ബായ്.